ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിലൂസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈച്ച ശല്യമുള്ള എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ്. മഴക്കാലമായപ്പോൾ തന്നെ എല്ലാ വീടുകളിലും ഭയങ്കരമായ ഈച്ച ശല്യമാണ് ഉള്ളത്. അതുപോലെ തന്നെ മഴക്കാലത്തിൻ്റെ കൂടെ ചക്കയും മാങ്ങയും എല്ലാം കൂടെ ആയപ്പോൾ ഈച്ച ശല്യം ഒരുപാട് പെരുകിയിട്ടുണ്ട്. ഒരുപാട് ടിപ്സുകൾ നമ്മൾ ചെയ്താലും അത് കഴിഞ്ഞ് പിന്നെയും ഈച്ച വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന ഈച്ചകളെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സൂപ്പർ ടിപ്പാണ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ ആദ്യത്തെ ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ എലികളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. എലികൾ നമ്മുടെയൊക്കെ വീടുകളിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ശല്യമാണ്. കാരണം നമ്മുടെ ആഹാര സാധനങ്ങളൊക്കെ കരണ്ട് തിന്നും. അതുപോലെ തന്നെ കൃഷി സാധനങ്ങളുണ്ടെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം നശിപ്പിക്കും. അങ്ങനെയുള്ള എലിയെ കൊല്ലുന്നതിന്, എലിയെ ഓടിച്ച് കളയുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സൂപ്പർ ടിപ്പാണ് കാണിക്കുന്നത്. അതിന് വേണ്ടത് നമുക്കൊരു ബിസ്ക്കറ്റാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ബിസ്ക്കറ്റ് എടുക്കുന്നുണ്ട്. ഉണ്ടേ, ഈ 3 ബിസ്ക്കറ്റ് മതിയാവും. ഈ 3 ബിസ്ക്കറ്റ് നന്നായിട്ടൊന്ന് പൊടിച്ച് കൊടുക്കാം. നമുക്ക് കൈവച്ച് തന്നെ ബിസ്ക്കറ്റ് ആയതുകൊണ്ട് തന്നെ വലിയ പാടൊന്നും ഇല്ലാതെ പൊടിഞ്ഞ് കിട്ടും, നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഈ ബിസ്ക്കറ്റിലേക്ക് നമുക്ക് വേണ്ടത് ഇനി പാരസെറ്റാമോളിൻ്റെ ഗുളികയാണ്. ഇനി അടുത്തത് വേണ്ടത് പാരസെറ്റാമോളിൻ്റെ ഗുളികയാണ്. കണ്ടോ, ഞാൻ ഒരു 650ൻ്റെ ഗുളികയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 4 എണ്ണം എടുക്കാം നമുക്ക്. ഈ 4 പാരസെറ്റാമോളും നന്നായിട്ട് പൊടിച്ചിട്ട് നമുക്ക് ഈ ബിസ്ക്കറ്റിൽ ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇപ്പോൾ ഈ പാരസെറ്റാമോളിൻ്റെ ഗുളിക നമ്മൾ തന്നെ അധികം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് കേടാം. അപ്പോൾ ഇത്രയും 4 എണ്ണം ആകുമ്പം ഇതിപ്പോൾ 650ൻ്റെ ഗുളികയാണ്. ഓവർ ഡോസ് ആയിരിക്കും. ഈ എലിയൊക്കെ വളരെ ചെറിയൊരു ജീവികളല്ലേ, അപ്പോൾ അതിൻ്റെ ശരീരത്തിൽ ചെല്ലുമ്പോൾ ഇതിൻ്റെ അളവ് ഒരുപാട് കൂടുതലായിരിക്കും. അങ്ങനെ അത് ചത്തുപോകുന്നത്. നമ്മുടെ ഈ ടാബ്ലറ്റ് താണ്ട് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഈ ബിസ്ക്കറ്റിൻ്റെ കൂടെ ഒന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചൊരു അല്പം വെള്ളവും കൂടെ ഒന്ന് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഒരുപാട് വെള്ളം വേണ്ട, ഒന്ന് ഒരു നമുക്ക് ഉരുളയായിട്ട് കിട്ടത്തക്ക രീതിയിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എലിശല്യം കൂടുതലായിട്ടുള്ള ഭാഗത്ത് കൊണ്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒന്നാമത് മഴക്കാലം കൂടെ ആയതുകൊണ്ട് എലി കയറിയ പല അസുഖങ്ങളും വരുന്നുണ്ട്. നമ്മുടെ എലിയുടെ കാഷ്ടവും എലിയുടെ മൂത്രമൊക്കെ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ആയാലും, പ്രത്യേകിച്ച് ശരീരം വല്ലതും മുറിഞ്ഞിരിക്കുന്ന ഭാഗത്ത് വല്ലതും ഇതിൻ്റെ അംശങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾ വരും. അപ്പം എലികൾ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ അവയൊക്കെ നശിപ്പിക്കാനുള്ള മാർഗങ്ങൾ എന്തെങ്കിലും നോക്കണം. ഈ എലികൾ വരുന്ന ഭാഗത്താണ് നമ്മൾ ഈ തയ്യാറാക്കിയ മിശ്രിതം വെക്കുന്നത്. ഇത് ഞാൻ വെച്ച് കൊടുക്കുന്ന ഒരു പഴയ ബേക്കറി സാധനങ്ങളൊക്കെ വരുന്ന ടിന്നുകളുണ്ടല്ലോ, ഇങ്ങനെയുള്ള ബിസ്ക്കറ്റും സ്നാക്സ് ഒക്കെ വരുന്നത്, അങ്ങനെയുള്ളൊരു പാത്രത്തിലാണ് വെച്ച് കൊടുക്കുന്നത്. കാരണം അതിൽ ഓൾറെഡി ആ ഒരു ബേക്കറി സാധനത്തിൻ്റെ അംശങ്ങളുണ്ട്. അതിൻ്റെ ആ ഒരു സ്മെല്ലും കൂടെ വരുന്നതുകൊണ്ട് എലി വേഗം വരും ഈ ഒരു സാധനത്തിൻ്റെ അടുത്തേക്ക്. ഇത് വന്ന് കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഉറപ്പായിട്ട് എലി ചാവും. കാരണം ആ ഒരു മരുന്നിൻ്റെ ഓവർ ഡോസ് ചെല്ലുമ്പം തന്നെ എനിക്ക് വയറിനകത്ത് ഭയങ്കര വെപ്രാളം അനുഭവപ്പെടുക. അത് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് ഓടി വേറെ ദൂരെ എവിടെയെങ്കിലും ചെന്നായിരിക്കും മരിച്ചു വീഴുന്നത്. ഇതിപ്പോൾ നമുക്ക് എലിശല്യമൊക്കെ കൂടുതലായിട്ട് വരുന്ന ഭാഗങ്ങളുണ്ടല്ലോ നമ്മുടെ വീടുകളിൽ, അങ്ങനെയുള്ള ഭാഗങ്ങളിൽ വെച്ച് കൊടുക്കാം. പിന്നെ അതുപോലെ ഇത് പാറ്റയും പല്ലി അങ്ങനെയുള്ള ജീവികൾ തിന്നാലും അതും ചത്തുപോകും. അപ്പോൾ അങ്ങനെ പാറ്റയോ പല്ലി പിന്നെ അതുപോലെ തന്നെ എലിശല്യം ഉള്ള ഭാഗങ്ങളിലെല്ലാം നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിൽ സ്റ്റോർ റൂമിലും കബോർഡുകളുടെ ഇടയ്ക്കൊക്കെ ആയിരിക്കും എലിയൊക്കെ കയറുന്നത്. അങ്ങനെയുള്ളിടത്തേക്ക് നമ്മൾ വെച്ച് കൊടുക്കാം. നമ്മുടെ അടുത്ത ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലെ അരിയൊക്കെ ഇരുന്ന് ചിലപ്പോൾ ഉളുത്ത് പോകില്ലേ, അങ്ങനെ ഉളുമ്പുള്ളതിനകത്ത് നിന്ന് ഉളുമ്പിനെ ഓടിക്കാനുള്ളൊരു വിദ്യയാണ്. അതിനകത്ത് കുറച്ച് നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. അതുകൊണ്ട് ഈ ഒരു പാത്രത്തിൽ ഇരിക്കുന്ന അരി എൻ്റെ വീട്ടിൽ അറിയാതെ ഇരുന്ന് പോയതാണ്, ഞാൻ ഓർത്തില്ല ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ കുറച്ച് അരി ഇരിപ്പായി അത് മൊത്തവും ഉളുത്ത്. അപ്പോൾ അതിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച കുറച്ച് മുളക് പൊടി ഇട്ട് വെച്ചിരുന്നതാണ്. ഇപ്പോൾ അതിനകത്ത് ഉളുമ്പ് മൊത്തം പോയിട്ടുണ്ട്, കംപ്ലീറ്റ് പോയിട്ടുണ്ട്, ഉളുമ്പൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഈ മുളക് പൊടിയുടെ അംശം നമ്മൾ ഇനി പച്ചരിയല്ലേ, ഇതെന്തായാലും നമ്മൾ കഴുകിയിട്ട് നമ്മൾ പൊടിക്കാനായാലും അരിക്കാനായാലും ഒക്കെ അരയ്ക്കാനും ഒക്കെ എടുക്കുകയുള്ളൂ. അതുകൊണ്ട് മുളക് പൊടി അങ്ങ് പോവും. അപ്പം നിങ്ങളെന്തായാലും അത് നോക്കണം. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, ഈ മുളക് പൊടി ഇടുന്ന ഒരു വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്, ഈ അരിയിൽ ഉളുമ്പ് കളയാൻ വേണ്ടിയിട്ട്. അതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ഇങ്ങനെ അരിയിൽ വല്ല ഉളുമ്പ കാണാൻ കയറി ഇരിപ്പുണ്ടെങ്കിൽ.
നമ്മുടെ അടുത്ത ടിപ്പ് ഈച്ചയ്ക്കൊക്കെ എതിരെയുള്ളൊരു സൂപ്പർ ടിപ്പാണ്. ഇപ്പം എല്ലാ വീടുകളിലും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നൊരു സംഭവമാണ് ഈച്ച ശല്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മൾ എത്ര ക്ലീനാക്കി ഇട്ടിട്ട് പോയാലും രാവിലെ പോയിട്ട് വൈകുന്നേരം ഡ്യൂട്ടിക്കൊക്കെ പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ വീട്ടിൽ നിറയെ ഈച്ചയായിരിക്കും. കാണുമ്പോഴേ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു മടുപ്പാണ്. ഇത് എന്തൊരു ഈച്ച ശല്യമാണ്. നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഈച്ചയുടെ ശല്യം നമുക്ക് ഒരു പരിധിവരെ കുറച്ച് നിർത്താൻ സാധിക്കും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ചെയ്യുന്ന ടിപ്സുകൾ സ്ഥിരമായിട്ട് ചെയ്യണമെങ്കിൽ മാത്രമേ ഈച്ചയുടെ ശല്യം കുറയത്തുള്ളൂ. 1-2 പ്രാവശ്യം ചെയ്തെന്ന് പറഞ്ഞാൽ ഈച്ച ശല്യം മാറത്തില്ല കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ ആ കാര്യം നിങ്ങൾ സ്ഥിരം ശ്രദ്ധിക്കണം. നിങ്ങൾ ഏത് ടിപ്പാണ്, ഒരുപാട് ടിപ്സുകളുണ്ട് നമുക്ക് ഈച്ച ശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ചെയ്യുന്ന ടിപ്പ് ഏതായാലും അത് ഒരു ദിവസം 2-3 തവണ ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്ന കുറച്ച് ആര്യവേപ്പിൻ്റെ ഇലയാണ്. ഈ ആര്യവേപ്പിൻ്റെ ഇല ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് മിക്സിയിലൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് അരിച്ചെടുക്കാം നന്നായിട്ട്. അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് ഇനി നമുക്ക് വേപ്പില നന്നായിട്ട് അരച്ചെടുത്തത് ഇങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി ഇതിനകത്തേക്ക് വേണ്ടത് കർപ്പൂരമാണ്. എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ കർപ്പൂരം, ഈച്ച ഓടിക്കാൻ ഏറ്റവും നല്ല സാധനം കർപ്പൂരമാണെന്നുള്ളത്. ഇതിങ്ങനെ നമുക്ക് ഡയറക്റ്റ് വേപ്പില ഇങ്ങനെ അരച്ച് കർപ്പൂരം ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അതല്ല ഈ വേപ്പില അരച്ച് എണ്ണയിൽ കൂടെ ആഡ് ചെയ്ത് വേപ്പെണ്ണയാക്കി എടുത്തിട്ട് അതിൽ കർപ്പൂരം ഇട്ട് കത്തിച്ച് വെച്ചാലും നല്ല എഫക്റ്റീവാണ്. ഡയറക്റ്റ് ഇങ്ങനെ ആയാലും ചെയ്യാം. വേപ്പും കർപ്പൂരം കൂടെ ചേരുമ്പോൾ ഉള്ളൊരു കോമ്പിനേഷൻ ഈച്ചകൾക്ക് വളരെ നല്ലതാണ്. വളരെ നല്ലതെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു സ്മെല്ല് കാരണം ഈച്ച പിന്നെ ആ ഒരു പരിസരത്തോട്ട് വരത്തില്ല. ഈ കർപ്പൂരം നമുക്കൊന്ന് പൊടിച്ചു കൊടുക്കാം. ഞാൻ ഒരു ന്യൂസ് പേപ്പറിൻ്റെ മണ്ടയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക ചെയ്യുന്നത്. വേണ്ടത് പൊടിഞ്ഞിട്ടുണ്ട്. അവിടെ പൊടിച്ചെടുത്ത് ഈ കർപ്പൂരം നമുക്ക് ഈ നമ്മുടെ ലായനിയിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നമുക്ക് എന്നിട്ട് ഇനി ഈ ഒരു ലിക്വിഡ് നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ എന്താ ഇവിടെ ഒരു ഹാൻഡ് വാഷിൻ്റെ ഒരു ബോട്ടിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒഴിക്കുന്നതിന് ചോർക്കിന് പകരം ഈ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചാൽ സാധാരണ ഞാൻ ഒഴിക്കാറ്. അങ്ങനെ തന്നെ ഇപ്രാവശ്യം ഒഴിക്കുന്നത്. നമുക്ക് ഇനി ഈ ലായനി നമുക്ക് ഈച്ചയൊക്കെ വരുന്ന കൂടുതലും നമ്മുടെ അടുക്കളയിലെ ഈ കൗണ്ടർ ടോപ്പിൻ്റെയൊക്കെ മുകളിലായിരിക്കും. അങ്ങനെ അതിൻ്റെയൊക്കെ മുകളിലോട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്പ്രേ ചെയ്ത് തുടച്ചെടുക്കാം. കർപ്പൂരത്തിൻ്റെ ആ ഒരു വേപ്പിൻ്റെയൊക്കെ ഒരു നല്ല സ്മെല്ലാണ് വരുന്നത്. ആ ഒരു സ്മെല്ല് കാരണം തന്നെ കൊതുകിനും നല്ലതാട്ടോ. ഈച്ചയും ഒന്നും വരത്തില്ല പിന്നെ ഇങ്ങോട്ട്. നമ്മുടെ അടുത്ത ടിപ്പ് കൊതുകിന് എതിരെയുള്ളൊരു ടിപ്പാണ്. സന്ധ്യ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് വീടുകളിൽ ഭയങ്കര കൊതുകിൻ്റെ ശല്യം. ഇത് ഒട്ടുമിക്ക പേരും ചെയ്യുന്ന ഒരു ഇതായിരിക്കും. മിക്ക വീടുകളിലും ചെയ്യുന്നതായിരിക്കും സന്ധ്യ സമയമാകുമ്പോൾ ഒന്ന് പുകയ്ക്കുന്നത്. അതെങ്ങനെയാണ് ഞങ്ങളിവിടെ ചെയ്യുന്നതെന്നുള്ളതൊന്ന് കാണിച്ചു തരുന്നത്. നമുക്കൊരു പഴയ മൺചട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് പുകയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിൽ 1-2 തൊണ്ടെടുത്ത് വെച്ചിട്ട് ഒന്ന് പുകയ്ക്കാൻ റെഡിയാക്കിയിട്ട് അതിലേക്കൊരു 2-3 കർപ്പൂരം 3 കർപ്പൂരം ഇട്ട് കൊടുത്താൽ മതി. ഈ കർപ്പൂരം ഇങ്ങനെ പുകഞ്ഞു വരുമ്പോൾ നല്ല കർപ്പൂരത്തിൻ്റെ നല്ല മണമാണ്. സന്ധ്യ സമയത്ത് നമ്മുടെ വീട്ടിന് ഒരു പ്രത്യേക ഒരു മണമായി ഈ ഒരു കർപ്പൂരത്തിൻ്റെ മണം വരുമ്പോൾ. എന്നിട്ട് നമുക്ക് എല്ലാ റൂമുകളിലും നമ്മുടെ ഹാളിലും സിറ്റൗട്ടിലും എല്ലായിടവും ഒന്ന് കൊണ്ടുപോയി ഇങ്ങനെ പുകച്ച് കൊണ്ടുവരാം. പുകച്ച് കൊണ്ടുവരുമ്പോഴത്തേക്ക് കൊതുകുകളൊന്നും പിന്നെ ഇങ്ങോട്ട് വരത്തുമില്ല. നല്ല മണവും നമുക്കൊരു പോസിറ്റീവ് എനർജി ആ ഒരു മണവും എല്ലാം കൂടെ കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചെയ്യുന്നവരായിരിക്കും ഒട്ടുമിക്ക ആളുകളും. അല്ലാത്തവരുണ്ടെങ്കിൽ ഒന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നമ്മൾ എന്നിട്ട് എല്ലാ റൂമുകളിലും നമ്മുടെ ഹാളിലും റൂമിലും എല്ലാം ഒന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ലതാണ്. ആ റൂമുകളിലോട്ട് പോലും കൊതുകൊന്നും വരത്തില്ല. നിങ്ങളെന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.